ഹായ് എവരി വൺ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മളൊരു 5 അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. 3 women or 5 men can earn rupees 480 in a day. How much rupees 7 men and 9 women will earn in 2 days? അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? 3 women അല്ലെങ്കിൽ 5 men earns 480 in a day. അങ്ങനെയാണെങ്കിൽ 7 മെന്നും 9 വിമനും കൂടെ ഒരുമിച്ച് 2 ദിവസം വർക്ക് ചെയ്താൽ എത്ര രൂപ അവർക്ക് ടോട്ടൽ കിട്ടുമെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 3 വിമൻ വർക്ക് ചെയ്യുന്നതും 3 വിമൻ ചെയ്യുന്ന വർക്കും അതേപോലെ 5 മെൻ ചെയ്യുന്ന വർക്കും ഈക്വലാണ്. ഓക്കെ, 3 വിമൻ ഓർ 5 മെൻ ക്യാൻ ഏൺ 480 എ ഡേ എന്നല്ലേ പറയുന്നത്. അപ്പം 3 വിമൻ ചെയ്യുന്ന വർക്കും 5 മെൻ ചെയ്യുന്ന വർക്കും ഈക്വൽ ആണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മെന്നിൻ്റെയും വിമൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കാം, അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ കണ്ടുപിടിക്കാം. മെൻ ബൈ വിമൻ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3/5. ഓക്കെ, ഈ റേഷ്യോ ഉപയോഗിച്ച് അവർ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ദിവസം അവർക്ക് 480 രൂപയാണല്ലോ കിട്ടിയത്. 480 രൂപ അവർക്ക് എപ്പോഴാണ് കിട്ടിയത്? 5 മെൻ വർക്ക് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ 4 വിമൻ വർക്ക് ചെയ്തത്, ഏതെങ്കിലും ഒന്ന് എടുക്കുക. അപ്പോൾ 5 മെൻ, ഞാൻ ഇപ്പോൾ ഇവിടെ 5 മെൻ വർക്ക് ചെയ്യുന്ന എടുക്കുന്നു. 5 മെൻ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പം അതെത്രയാണ് ഉദ്ദേശിക്കുന്നത്? 5 × 3. ഓക്കെ, 5 × 3 എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ 15 വർക്ക് അവർ ചെയ്തപ്പോൾ, ഇത് തന്നെയാണ് വിമൻ്റെ കേസ് എടുത്ത് ചെയ്യുമ്പോഴും കിട്ടുന്നത്. 15 തന്നെ കിട്ടും. 15 വർക്ക് അവർ ഒരു ദിവസം ചെയ്തപ്പോൾ അവർക്ക് എത്ര രൂപ കിട്ടി? 480 രൂപ കിട്ടിയെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 7 മെന്നും അതേപോലെ 9 വിമൻസും ചേർന്ന് ചെയ്യുമ്പോൾ എത്ര റുപ്പീസ് കിട്ടും, എത്ര രൂപ അവർക്ക് ടോട്ടൽ കിട്ടും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവർ 2 ദിവസമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 × അപ്പോൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം, അവർ ചെയ്യുന്ന ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ 2 × എന്ത് ചെയ്യണം? 7 മെൻ ചെയ്ത വർക്ക് പ്ലസ് 9 വിമൻ ചെയ്യുന്ന വർക്ക്, വിച്ച് ഈസ് ഈക്വൽ ടു 2 × 7 × 3 പ്ലസ് 9 × 5, വിച്ച് ഈസ് ഈക്വൽ ടു 2 × 21 പ്ലസ് 45. ദാറ്റ് ഈസ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 2 × 66 അല്ലേ? 2 × 66. ഇതാണ് അവർ ആരാണ്? 7 മെന്നും 9 വിമനും കൂടെ 2 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക്, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം 15 വർക്ക് ചെയ്തപ്പോൾ അവർക്ക് എത്ര രൂപ കിട്ടി? 480 രൂപ കിട്ടിയെങ്കിൽ ഈ 2 × 66 വർക്ക് ചെയ്തപ്പോൾ അവർക്ക് എത്ര രൂപ കിട്ടി എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ അല്ലേ? 480 × 2 × 66 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുന്നത്? ഒരു ദിവസം ചെയ്ത വർക്ക്. അപ്പോൾ ഈ 15 × 480 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 32 കിട്ടും. ആ 32 × 2 ചെയ്യുമ്പോൾ നമുക്ക് 64 കിട്ടും. 64 × 66 നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക, 10th പ്ലേസ് സെയിം ആയതുകൊണ്ട് 10th പ്ലേസ് ഇവിടെ 6 ആണ്. അപ്പോൾ 6 × 7 എത്ര? 42. ബാക്കി 1st പ്ലേസ് 4ഉം 6ഉം, അത് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടുന്നത്? 42 24, അതായത് 4224 ആണ് നമ്മുടെ ഉത്തരം. അത് നമ്മുടെ ഓപ്ഷനകത്തുണ്ടോ? യെസ്, ഓപ്ഷൻ ബി, ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കാൻ പോകുന്നത് ഇവിടെ പറയുന്നത്, ആദ്യം ഒരു വെസലിൽ 240 ലിറ്റർ ഓഫ് മിക്സ്ചർ ഉണ്ടായിരുന്നു. ആ മിക്സ്ചർ വാട്ടർ ആൻഡ് മിൽക്കിൻ്റെ ഒരു മിക്സ്ചറാണ്. 240 ലിറ്റർ മിക്സ്ചറാണ് ഉണ്ടായിരുന്നത്. 5:3 എന്ന റേഷ്യോയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 64 ലിറ്റർ ഓഫ് മിക്സ്ചർ എന്ത് ചെയ്തു? മാറ്റി. അതിനുശേഷം അതിനകത്ത് 14 ലിറ്റർ ഓഫ് വാട്ടർ ആഡ് ചെയ്തു. റിമൈനിങ് മിക്സറിലേക്കാണ് 14 ലിറ്റർ ആഡ് ചെയ്തത്. അതിനുശേഷം അങ്ങനെ 14 ലിറ്റർ ഓഫ് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം എഗെയിൻ അതിൽ നിന്നൊരു 76 ലിറ്റർ ഓഫ് മിക്സർ ടേക്കൺ ഔട്ട്, മാറ്റി. അതിനുശേഷം ആ ഫൈനൽ മിക്സർ ഉണ്ടല്ലോ, ആ ഫൈനൽ മിക്സറിനകത്ത് മിൽക്കിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റേഷ്യോ മിൽക്ക് ഈസ് ടു വാട്ടർ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. അതായത് ടോട്ടൽ 8. ആ 8 എത്രയാണെന്ന് പറയുന്നുണ്ട്? 240 ആണെന്ന് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ 240ൽ നിന്ന് എത്ര ലിറ്ററാണ് അവർ എടുത്ത് മാറ്റിയത്? ആദ്യം 64 ലിറ്ററാണ് ആദ്യം എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 64 മാറ്റി കഴിഞ്ഞാൽ ബാലൻസ് എത്രയുണ്ട്? 671. അതായത് 176 ലിറ്റർ ഓഫ് മിക്സറാണ് 64 ലിറ്റർ റിമൂവ് ചെയ്തതിന് ശേഷമുള്ളത്. അതും എന്ത് റേഷ്യോ തന്നെയായിരിക്കും? ഈ 5:3 എന്ന സെയിം റേഷ്യോയിൽ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ അതിനെ ഇക്വേറ്റ് ചെയ്യാം? 8 ഗീവ്സ് 176. ദാറ്റ് ഈസ് അവിടുത്തെ കോൺസ്റ്റൻറ്റ് എത്ര വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 22 അല്ലേ? അപ്പം ആ 22 വെച്ചുകൊണ്ട് നമുക്ക് എത്ര മിൽക്കുണ്ട്, എത്ര വാട്ടർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 5 ആണല്ലോ റേഷ്യോ മിൽക്കിൻ്റെ. അപ്പോൾ 5 × 22. ഓക്കെ, അതേപോലെ 3 ആണ് മിൽക്ക് വാട്ടർ, അതേപോലെ 3 × 22. അപ്പോൾ ടോട്ടൽ വരുന്നത് 110. ഇവിടെ എത്ര വരുന്നത്? 66. അപ്പോൾ നിലവിൽ 110 മിൽക്കും അതേപോലെ തന്നെ 66 വാട്ടറുമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവരെന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്?
14 ലിറ്റർ വാട്ടർ അഗൈൻ ആഡ് ചെയ്തു. അപ്പോൾ ഇതാണല്ലോ വാട്ടറിൻ്റെ ഭാഗം. ആ വാട്ടറിലേക്ക് വീണ്ടും 14 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും 14 ലിറ്റർ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 80 ആകും അല്ലേ? അപ്പം ടോട്ടലി നമ്മുടെ റേഷ്യോ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഇപ്പോഴത്തെ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഉള്ള മിൽക്ക് എന്ന് പറയുന്നത് 1 ടണ്ണും അതേപോലെ വാട്ടർ എന്ന് പറയുന്നത് 80 അപ്പോൾ റേഷ്യോ ചേഞ്ചസ് ടു 11:8 ആയി മാറി. ഓക്കെ, റേഷ്യോയിൽ ചേഞ്ച് വന്നത് ശ്രദ്ധിച്ചോണം. റേഷ്യോ ചേഞ്ച് വന്നിട്ടുണ്ട്, 11:8 ആയി. ഓക്കെ, അതേപോലെ തന്നെ ടോട്ടൽ മിക്സർ എന്ന് പറയുന്നത് എത്ര വരും? ടോട്ടൽ മിക്സർ എന്ന് പറയുന്നത് 110 + 80 190 ആയിട്ടുണ്ട്. പിന്നീട് എന്ത് പറയുന്നു? എഗെയിൻ 76 ലിറ്റർ ഓഫ് മിക്സർ എന്ത് ചെയ്തു? ടേക്കൺ ഔട്ട്. ഇപ്പം 190 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് വീണ്ടും 76 ലിറ്റർ എന്ത് ചെയ്തു? മാറ്റി. 76 ലിറ്റർ ഓഫ് മിക്സ്ചർ മാറ്റുമ്പോൾ ബാക്കിയുള്ളത് 411. ഓക്കെ, അപ്പോൾ ഇപ്പം എത്ര ലിറ്റർ ഓഫ് മിക്സറേ ഉള്ളൂ? 114 ലിറ്റർ ഓഫ് മിക്സർ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ റേഷ്യോയിൽ വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ റേഷ്യോ എന്ന് പറയുന്നത് 11:8 ആണ്. അപ്പം 11 + 8 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 19. ഈ 19 ആണ് ഇവിടുത്തെ 114 എന്ന് പറയുന്നത്. അതായത് ഇൻറ്റു എത്ര ചെയ്യുമ്പോഴാണ്? 6 ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ നമ്മളടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഫൈനൽ മിക്സറിനകത്ത് മിൽക്കിൻ്റെ പെർസെൻറ്റേജ് എത്രയെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇത് എങ്ങനെയാണ്? 11:8 എന്ന റേഷ്യോയിലാണ് ഇരിക്കുന്നത്. അപ്പം ഇതാണ് മിൽക്കിൻ്റേത് 11, ഇത് 8 വാട്ടറുമാണ്. അപ്പം മിൽക്ക് എത്ര ഉണ്ടെന്ന് അറിയാൻ 11 ഇൻറ്റു എന്ത് ചെയ്യണം? 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ മിക്സർ എത്രയാണ്? 114 ഇൻറ്റു 100. ഈ പെർസെൻറ്റേജ് ആണ്, മിൽക്കിൻ്റെ ഈ പെർസെൻറ്റേജ് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ 6 വെച്ച് ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 19. അപ്പോൾ 11 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 19, അതായത് 1100 ഡിവൈഡഡ് ബൈ 19. 1100 ഡിവൈഡ് ബൈ 19 ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എത്ര കിട്ടുന്നത്? 110 19-നകത്ത് 5 ടൈംസ് അല്ലേ? 5 ടൈംസ് ബാലൻസ് എത്രയുണ്ട്? ഒരു 15 വരും. ആ 15 എടുത്ത് അടുത്തേൽ കൊടുക്കുമ്പോൾ 150 19-നകത്ത് ഒരു 7 ടൈംസ് വരും. ബാലൻസ് 17 വരും. അപ്പോൾ 17 എത്ര വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്? 19 അല്ലേ? അപ്പം കിട്ടുന്ന ആൻസർ എത്രയാണ്? 57. പ്രോബബിലിറ്റി എന്ന സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. A bag contain A red balls, 5 green balls, 1 ball taken out at random, then probability of being red ball is 3/8. If 2 balls taken out at random from bag, then find the probability of being both the balls either red or green. ഒരു ബാഗ് ഉണ്ടായിരുന്നു അല്ലേ? ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതിനകത്ത് റെഡ് ബോൾസും ഉണ്ട് ഗ്രീൻ ബോൾസും ഉണ്ട്. റെഡ് ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. റെഡ് ബോൾസ് ഉണ്ടായിരുന്നു, അതേപോലെ 5 ഗ്രീൻ ബോൾസും ഉണ്ടായിരുന്നു. ഈ എത്രയാണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബോൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ അത് എന്താകാനുള്ള പ്രോബിലിറ്റി, റെഡ് ആകാനുള്ള പ്രോബിലിറ്റി അവർ തന്നിട്ടുണ്ട് 3/8 ആണെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റെഡ് ബോൾസും 5 ഗ്രീൻ ബോൾസും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? റെഡ്, അതിൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബോൾസ് എന്ന് പറയുമ്പോൾ A + 5, അതായത് 5 + A വിച്ച് ഈസ് ഈക്വൽ ടു, അത് നമുക്ക് അവർ തന്നിട്ടുണ്ട് 3/8 ആണ്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ 8A ഈസ് ഈക്വൽ ടു 15 + 3A, ദാറ്റ് ഈസ് 5A ഈസ് ഈക്വൽ ടു 15. അതായത് A ഈസ് ഈക്വൽ ടു എത്രയാണ്? നമുക്ക് കിട്ടുന്നത് 3 എന്ന് കിട്ടുന്നു. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റെഡ് ബോൾസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് റെഡ് ബോൾസ് 3 ആണെന്ന് കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഇഫ് 2 balls ആർ ടേക്കൺ ഔട്ട് അറ്റ് റാൻഡം, 2 ബോൾസ് എടുക്കുന്നു, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ബീങ് ബോത്ത് ബോൾസ് എയ്തർ റെഡ് ഓർ ഗ്രീൻ. ആണ് പറയുന്നത്. ഒന്നെങ്കിൽ അത് 2 ബോൾ എടുക്കുന്നു, ഒന്നെങ്കിൽ അത് 2 റെഡ് ആകാൻ ഉള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ അത് 2 ഗ്രീൻ ആകാനുള്ള പ്രോബബിലിറ്റി. അപ്പം എന്തായാലും ടോട്ടൽ 2 ബോളാണ് എടുക്കുന്നത് അല്ലേ? ടോട്ടൽ 8 ബോളുണ്ട്, അതിൽ നിന്ന് 2 എടുക്കുന്നു. കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്. 8 ബോളുകളിൽ നിന്ന് 2 ബോളുകൾ എടുക്കുന്നു. അത് രണ്ടും അത് നമുക്ക് റെഡ് നോക്കാം. റെഡ് ആകാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? റെഡ് ടോട്ടൽ 3 എണ്ണം ഉണ്ട്, അതിൽ നിന്ന് 2 എണ്ണം എടുക്കുന്നു. അത് രണ്ടും റെഡ് ആകണമെങ്കിൽ ആ രണ്ടും എടുക്കുന്ന 2 ബോളും റെഡ് ആകുന്നു. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ, അതായത് ഇത് റെഡ് മാത്രം കിട്ടുന്നത് കണ്ടീഷൻ ഓക്കെ ആയി. അതായത് നമ്മൾ 2 ബോൾ എടുക്കുന്നു, ആ 2 ബോളും റെഡ് ആകാനുള്ള പ്രോബിലിറ്റി നമ്മളിവിടെ കണ്ടുപിടിച്ചു. പിന്നെ അത് മാത്രമല്ല ഓർ ഗ്രീൻ ആകാനുള്ള പ്രോബിലിറ്റി. അപ്പം അത് രണ്ടും ഗ്രീൻ ആകാനുള്ള പ്രോബിലിറ്റി 5. ടോട്ടൽ ഗ്രീൻ ബോൾസ് 5 ആണ്. അപ്പോൾ 5C2 ഡിവൈഡ് ബൈ എന്താണ്? 8C2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ പ്ലസ് ചെയ്യണം അല്ലേ? രണ്ടിൻ്റെയും കൂടെ പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ പ്ലസ് ചെയ്യണം. 3C2 എത്രയാണ്? 3. 8C2 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 3 പ്ലസ് ഇവിടെ 5C2 എന്ന് പറയുമ്പം 5 × 4/2, ദറ്റ് ഈസ് 5 × 2, ദറ്റ് ഈസ് 10 ഡിവൈഡ് ബൈ 8C2. 8C2 എന്ന് പറയുമ്പം 8 × 7/2, ദാറ്റ് ഈസ് 2ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 4, 28 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 13/28. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബിലിറ്റി. എയ്തർ റെഡ് അല്ലെങ്കിൽ എയ്തർ ഗ്രീൻ ആകാനുള്ള പ്രോബിലിറ്റിയാണത് 13/28. നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എയ്തർ റെഡ് ഓർ ഗ്രീൻ എന്നാണ്. അപ്പോൾ ആണ് വന്നത്.
ഓർ വന്നതുകൊണ്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ആയിരുന്നെങ്കിൽ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴും ഉള്ള ഡൗട്ടാണ് പ്രോബബിലിറ്റി ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ മൾട്ടിപ്ലൈ ആണോ ചെയ്യേണ്ടത്, അഡീഷൻ ആണോ ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. അതിനകത്ത് ഓറാണ് പറയുന്നതെങ്കിൽ കൂടുതലും പ്ലസ് ആണ്, അതേപോലെ ആൻഡ് ആണെങ്കിൽ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇവിടെ 2 പേരുടെ സാലറിയുടെ റേഷ്യോ തന്നിട്ടുണ്ട് 25:27 ആണെന്ന്. അതേപോലെ അവരുടെ എക്സ്പെൻഡിച്ചർ റേഷ്യോ തന്നിട്ടുണ്ട് 9:10 ആണെന്ന്. അതേപോലെ അവരുടെ സേവിങ് ഈക്വൽ ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആളുടെ അബിയുടെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സേവിങ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സാലറി വെച്ച് നോക്കുമ്പം സേവിങ് എത്ര പെർസെൻറ്റേജ് ആണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് അവരുടെ ഇൻകത്തിൻ്റെ റേഷ്യോ അതാണ് 25:27 എന്ന് തന്നിരിക്കുന്നത്. അതിനെ നമുക്കൊരു 25A ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്ത് 25A എന്ന് വിളിക്കാം. അതേപോലെ എക്സ്പെൻഡിച്ചർ എത്രയാണ്, 9B എന്നും മറ്റേത് 10B എന്നും വിളിക്കാം. ഓക്കെ, ഇനി നമുക്കറിയാം സേവിങ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെൻഡിച്ചർ മൈനസ് സേവിങ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മൈനസ് എന്താണ്, സേവിങ് ഈസ് ഈക്വൽ ടു ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ആളുടെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ സേവിങ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്, ആദ്യത്തെ ആൾ ആരാ, അബിയുടെ സേവിങ് എന്ന് പറയുന്നത് എത്രയായിരിക്കും. അബിയുടെ സേവിങ് എന്ന് പറയുന്നത് ആദ്യം അദ്ദേഹത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത് 25A, അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചറായ 9B കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് സേവിങ് എന്ന് പറയുന്നത്. അടുത്ത ആളുടേത് എത്രയായിരിക്കും സേവിങ് എന്ന് പറയുന്നത്, അടുത്ത ആളുടെ സേവിങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൽ നിന്ന് 27Aയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചറായ 10B കുറയ്ക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ 2 സേവിങ്ങും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അതായത് 25A മൈനസ് 9B ഈസ് ഈക്വൽ ടു 27A മൈനസ് 10B. ഓക്കെ, ഇത് ഇക്വേറ്റ് ചെയ്ത് 25A ഇപ്പുറത്തോട്ട് വരുമ്പോൾ 25A ഇപ്പുറത്തോട്ട് വരുന്നു, അതുപോലെ 10B ഇപ്പുറത്തോട്ടും പോകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, 10B ഇപ്പുറത്ത് വന്നാൽ ഇവിടെ B മാത്രമാകും, ഇവിടെ പിന്നെ 2A മാത്രമാകും. അപ്പോൾ അതിന് നമുക്ക് A/B കിട്ടും അല്ലേ. A/B ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടുന്നത്, A/B ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടുന്നു അല്ലേ. അപ്പോൾ എയുടെയും ബിയുടെയും റേഷ്യോ കിട്ടി. A/Bയുടെ റേഷ്യോ 1:2 ആണെന്ന് കിട്ടുന്നു. ആ വാല്യൂസ് എടുത്ത് നമ്മളിവിടെ ഇട്ട് കൊടുക്കുമ്പം നമുക്ക് സേവിങ്സ് അബിയുടെ സേവിങ്ങിനെ പറ്റിയാണല്ലോ ചോദ്യം. അപ്പോൾ അബിയുടെ സേവിങ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 25 എയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ×1 മൈനസ് 9 ഇൻറ്റു ബിയുടെ വാല്യൂ എത്രയാണ് 2. അപ്പോൾ 25 മൈനസ് എത്രയാണ് കിട്ടുന്നത് 18. 25 മൈനസ് 18 ചെയ്യുമ്പം 5 എത്രയാണ് കിട്ടുന്നത് 7 എന്ന വാല്യൂ കിട്ടും. ഓക്കെ, ഈ 7 ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഇൻകത്തെ വെച്ച് നോക്കുമ്പം ഈ സേവിങ് ആയ 7 എത്രയാണെന്ന്, അപ്പം 7 ഡിവൈഡഡ് ബൈ അദ്ദേഹത്തിൻ്റെ ഇൻകം എത്രയാണ് 25A, അതായത് 25 ഇൻറ്റു 1 ഇൻറ്റു എത്ര വരുന്നു 100 പെർസെൻറ്റേജ് ചെയ്യുമ്പോൾ ഇൻറ്റു 100 ചെയ്യുമ്പം 25ഉം അതേപോലെ 100ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് 4 വരുന്നു. ആ 7 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ് 28% ആണ് അദ്ദേഹത്തിൻ്റെ സേവിങ്ങിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, 2 letters are chosen out of the alphabets of English language. Find the probability that both the letters are vowel. അപ്പം ഇംഗ്ലീഷ് ആൽഫബറ്റുകളിൽ നിന്നും 2 ലെറ്റേഴ്സ് ചൂസ് ചെയ്യുന്നു. ആ 2 ലെറ്റേഴ്സും വവ്വൽസ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആകുമ്പോൾ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്, ടോട്ടൽ 26 ആൽഫബറ്റ്സ് ഉണ്ട്. അതിൽ നിന്നും 2 എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും 26ൽ നിന്നും എത്ര എണ്ണം എടുക്കുന്നു 2 എണ്ണം എടുക്കുന്നു. കോമ്പിനേഷൻ വരുന്നു 26C2. ഫേവറബിൾ ഔട്ട്കംസ് എന്താണ് 5 വവ്വൽസ് അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ 5 വവ്വൽസ് ആണ് ഉള്ളത്. 5 വവ്വൽസിൽ നിന്ന് 2 എണ്ണം എടുക്കുന്നു. അപ്പോൾ 5C2. അപ്പം ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 5C2 വവ്വൽസ് എടുക്കുന്നതാണ് ഫേവറബിൾ ഔട്ട്കംസ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താണ് 26C2. അതായത് 26 ലെറ്റേഴ്സ് ഉണ്ട്, അതിനകത്ത് നിന്ന് 2 എണ്ണം നമ്മൾ എടുക്കുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഇങ്ങനെയാണ്. ഇത് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഇതിൻ്റെ ഉത്തരമാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് 5C2 എന്ന് പറയുമ്പം 5 ഇൻറ്റു 4/2, 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2, 5 × 2 = 10. അപ്പോൾ മുകളിൽ 10 വന്നു. ഇനി 26C2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് 26 × 25 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2ഉം 26ഉം ക്യാൻസൽ ചെയ്താൽ 13 വരും. അപ്പോൾ നമുക്കതിവിടെ കൊടുക്കാം 13 × 25. ഈ 10നെയും 25നെയും 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ 2ഉം താഴെ നമുക്ക് 5ഉം വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2/13 × 5 എത്രയാണ് 65. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് 2/65. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്